കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വൈശാഖ, നിങ്ങളെ കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ രാജുവാചാര്യോട്, എല്ലാ കർഷക മണ്ഡല ഭാരവാഹികൾ, നിയോജകമണ്ഡലം ഭാരവാഹികൾ, സുഹൃത്തുക്കളെ, കർഷകരെ, ഇന്ന് ചിങ്ങ ഒന്നെന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ചിങ്ങ ഒന്നിനൊരു പ്രത്യേകതയുണ്ട്. 12ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 13ാം നൂറ്റാണ്ടിൻ്റെ ആരംഭവും. 1201 കൊല്ലവർഷം ചിങ്ങമൊക്കെ. അത് ഈ പറഞ്ഞ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും കർഷകരോടുള്ള ദ്രോഹത്തിനും അനീതിക്കുമെതിരെ ഈ കർഷക ദിനം, ഈ മനോഹരമായ കർഷക ദിനത്തെ കണ്ണീർദിനമായി മാറ്റുന്നതിന് ഈ നമ്മുടെ കേരളത്തിലുടനീളം 140 നിയോജക മണ്ഡലത്തിലും ഈ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കർഷകരുടെ സമരത്തിൻ്റെ ആരംഭം മാത്രമാണ്, ഒരു സൂചന പ്രകടനം മാത്രമാണ്. ഇത് വരാൻ പോകുന്നത് ഇതിലൊക്കെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ അനേക സമരങ്ങളുടെ ഒരു നില തന്നെ ഉണ്ട്. എന്താണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കേരള സർക്കാർ, പിണറായി സർക്കാർ എന്ന് പറയുന്നത് കെടുകാര്യസ്ഥതയും സൂചനപക്ഷപാതവും ഈ പറഞ്ഞ അഴിമതിയും എല്ലാം കൊണ്ട് വികൃഷ്ടമായ രീതിയിലേക്ക് ഈ ഭരണ കേരളത്തെ കൊണ്ടെത്തിക്കുകയാണ്. ഈ 9 വർഷം കൊണ്ട് നമുക്ക് കർഷകർക്കല്ല, ഈ കേരളത്തിലെ ഒരു ജനങ്ങൾക്കും, ഒരു വിധത്തിലുള്ള ഒരു മേഖലയിലുള്ള ജനങ്ങൾക്കും ഒരു ഗുണവും ചെയ്യാത്ത, ഇങ്ങനെയും തട്ടിയും മുട്ടിയും ഭരണങ്ങൾ നീക്കുക, കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ ലാസ്റ്റ് ഒരു ഇക്ക് കൊടുത്ത് എങ്ങനെയെങ്കിലും ഭരണം വീണ്ടും പിടിക്കുക, വീണ്ടും തട്ടിയും മുട്ടിയും പോവുക. ഇത് എന്ന് പറയുന്നത് നമ്മുടെ കർഷക സമരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് നെൽകർഷകർ അനുഭവിക്കുന്നതില്ല. നമ്മുടെ കേരളത്തിൽ 2 ലക്ഷം നെൽകർഷകരുണ്ട്. 2 ലക്ഷം നെൽകർഷകരെ ആശ്രയിച്ച് ഏകദേശം 10 ലക്ഷം പേർ ആ ഒരു മേഖലയിൽ മാത്രം ജീവിക്കുന്നത്. കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വട്ടിപ്പലിശയ്ക്കും ബാങ്കിനോടും എടുത്ത് കൃഷി ചെയ്യും. കൃഷി ചെയ്താൽ അത് നെല്ല് വിളഞ്ഞു കഴിഞ്ഞാൽ ആ നെല്ല് കൊയ്യാൻ നമുക്ക് യന്ത്രമില്ല. അത് തമിഴ്നാട്ടിൽ നിന്ന് വരണം. ഏതൊരു നേരവും നെല്ല് സംഭരിച്ച് തയ്യാറാക്കി വെച്ചാൽ ഇത് എന്ന് സംഭരിക്കുമെന്ന് ഒരു ഉറപ്പുണ്ട്. അഥവാ സംഭരിച്ചാൽ തന്നെ ഇതിൻ്റെ തുക, ഇതിൻ്റെ പൈസ എന്ന് കിട്ടുമെന്നുള്ളത് ഒരു ഉറപ്പുണ്ട്. ഇതാണ് നമ്മുടെ നെൽകർഷകരുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഏതെങ്കിലും രീതിയിലൊരു പരാജയം സംഭവിച്ചാൽ കർഷകരുടെ മുൻപിൽ ആത്മഹത്യ മാത്രമേ ഉള്ളൂ ഒരു പരിഹാരമാണ്. അതുകൊണ്ടാണ് ഈ നെൽകർഷകരുടെ വേറെ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, നെൽ സംഭരിച്ചിട്ട് PRS എന്ന് പറഞ്ഞ പാടി റെസിറ്റ് കൊടുക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പാടി റെസിറ്റുമായി പോകുന്നതെന്ന് പറഞ്ഞാൽ ബാങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്നത് പോലെയാണ്. സ്വന്തം സാധനം നമ്മൾ മറ്റൊരാൾക്ക് വിറ്റിട്ട് ലോൺ എടുക്കുന്ന പോലെ ബാങ്കിൽ നിന്നും കാശ് കിട്ടും. അതിലെ ഒരു പാഴ്ച എന്ന് പറയുന്നത്, ഈ പൈസ അടച്ചു തീർത്താലും 12 രൂപ 33 പൈസ അവിടെ കിടക്കും സർവീസ് ചാർജ്. അതറിയുന്നില്ല, കർഷകരും അറിയുന്നില്ല. ഇത് അടയ്ക്കാതെ കിടക്കുന്നത് കാരണം സിവിൽ റേറ്റ് കുറയുകയും കർഷകന് ഒരു കാലത്തും ഒരു പൈസ പോലും ലോൺ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തും. മറ്റാവശ്യങ്ങൾക്ക് ലോൺ കിട്ടാൻ പറ്റത്തില്ല. ഇതേ രീതിയിൽ കടക്കണിയിലാക്കുകയും കർഷകരെ ദ്രോഹിക്കുകയും ചെയ്യുന്ന ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്ന് കർഷകരെ ഒരു വെള്ളത്തിലാക്കിക്കൊള്ളുക. അതേപോലെ തന്നെയാണ് റബ്ബർ കർഷകർ. റബ്ബർ കർഷകർ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ 12 ലക്ഷം റബ്ബർ കർഷകർ, 3.5 ലക്ഷം
തൊഴിലാളികളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത് 50,000 വ്യവസായ വ്യാപാരികളുണ്ട്. ആ മേഖലയായിട്ട് ഇത്രയും ആൾക്കാർ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപ ആക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് പിണറായി സർക്കാർ അധികാരത്തിൽ. ഇതേവരെ ഇനി 9 വർഷം ഒരു പൈസ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല, താങ്ങുവില പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിന് കാരണമെന്ന് പറയുന്നത് ഈ പിണറായി സർക്കാർ 9 വർഷമായിട്ട് ഈ റബ്ബർ കർഷകരെ മറക്കുകയും ലേഖനം ചെയ്ത വാഗ്ദാനം നിറവേറ്റാതെ വീണ്ടും അധികാരത്തിലേറാൻ ശ്രമിക്കുകയാണ്. അതേപോലെ തന്നെ റബ്ബർ കർഷകർ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഇന്നത്തെ വില എന്ന് പറയുന്നത് ഏതാണ്ട് എനിക്ക് 130 രൂപ 150 രൂപയുടെ ഇടയ്ക്കായുള്ളൂ. അതൊരിക്കലും ഒരു റബ്ബർ കർഷകന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പണിക്കൂലിയും കൃഷിക്കൂലിയും മറ്റെല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് കയ്യിൽ നിന്നും കാശ് മുടക്കേണ്ട ഗതികളിലേക്ക്. അതിനാൽ റബ്ബർ മരങ്ങൾ വെട്ടാതെ തന്നെ തരിശായിട്ടിട്ടേക്കുന്ന അനേകം കർഷകർ. ഈ അവസ്ഥയ്ക്ക് കാരണം കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതാണ് കാരണം. അതേപോലെ നാളികേരത്തിന്റെ കാര്യം പറഞ്ഞാൽ നാളികേരത്തിന് ഇന്ന് വില കിട്ടുന്നത് ഒരിക്കലും ഒരു സമയത്ത് 12 രൂപയുള്ളായിരുന്നു, പിന്നെ 25 രൂപയായി. ഇന്ന് ഈ വില കിട്ടുന്നതിന്റെ കാരണം നാളികേര ഉൽപ്പാദനം കുറഞ്ഞത് കാരണം. അത് താൽക്കാലികമാണ്. ഇവിടെ പോലെ കിട്ടില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടും, അതൊരിക്കലും സാധ്യമല്ല. അതിന്റെ പ്രധാന കാരണം ഈ നാളികേര കൃഷിക്കാരെ തോൽപ്പിക്കുന്ന രീതിയും ദ്രോഹിക്കുന്ന രീതിയും മറ്റൊരു ഉടായ്പ പരിപാടി സർക്കാർ കാണിച്ചിരിക്കുകയാണ്. 139.33 കോടി രൂപ ലോകബാങ്കിന്റെ ആദ്യ ഗഡുവായിട്ട് അനുവദിച്ച തുക അത് വകമാറ്റി ചെലവാക്കിയിരിക്കുകയാണ്. കർഷകരുടെ നാളികേര കർഷകരുടെ ആധുനികവൽക്കരണത്തിന് വേണ്ടി മാത്രമാണ് ഈ തുക. 2300 കോടിയോളം രൂപയാണ് ലോകബാങ്ക് ഇതിനുവേണ്ടി കൊടുക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഗഡുവാണ് ഈ പറഞ്ഞ ഈ 139 കോടി രൂപ. അത് വകമാറ്റി ലാസ്റ്റ് പ്രതിഷേധം വന്നപ്പോൾ 49 കോടി കേര പദ്ധതിയിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയെങ്കിലും കൃഷി വകുപ്പ് വെറും 6 കോടിയാണ് ഇതേവരെ അതിൽ നിന്ന് ചെലവാക്കിയത്. അങ്ങനെ ഈ പദ്ധതിയുടെ പ്രശ്നങ്ങൾ കാരണം ലോകബാങ്കിന് അറിവ് കിട്ടിയതിന് പ്രകാരം ലോകബാങ്ക് സർക്കാരിന് ഒരു നോട്ടീസ് അയച്ചു ഇമെയിലായിട്ട്. അത് എങ്ങനെയോ മാധ്യമങ്ങളുടെ കയ്യിൽ കെട്ടി. ആ മാധ്യമങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് കാരണം അതിനുള്ള പ്രതീക്ഷ പിണറായി നഷ്ടപ്പെടുമെന്നുള്ള ആ ഉദ്ദേശത്തിൽ ഡോക്ടർ ഹാരിസ് കാണിച്ചതുപോലെ ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നുള്ള പ്രതീക്ഷയിൽ ഈ പറഞ്ഞ മാധ്യമങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. എന്താ മാധ്യമങ്ങളുടെ വായടപ്പിക്കുക എന്ന ലക്ഷ്യം വിലയുണ്ട്. അവ മേടിച്ച് ഒരു കാര്യം പുറത്ത് പറയാതിരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ റഷ്യയിലെ സ്റ്റാലിൻ്റെ പരിപാടി പോലെ നോർത്ത് കൊറിയയിൽ നടക്കുന്ന ആ പ്രസിഡന്റിന്റെ രീതി പോലെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകതയാണ് മറ്റ് ജനങ്ങൾ നല്ല രീതിയിൽ ജീവിത നിലവാരത്തിലേക്ക് പോകാൻ സമ്മതിക്കില്ല എന്ന്. എന്താണ് കമ്മ്യൂണിസം? കമ്മ്യൂണിസം എന്ന് പറയുന്നത് 1848 കാർൽ മാർക്സ്, ജർമ്മൻകാരനായ കാർൽ മാർക്സ് എഴുതിയുണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണ് കമ്മ്യൂണിസം. 1948 ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം അന്നത്തെ 18ാം നൂറ്റാണ്ടിന്റെ ആരംഭഘട്ടത്തിൽ ബ്രിട്ടനിൽ നടന്ന വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായി അവിടെ ഉണ്ടായിരിക്കുന്ന വ്യവസായശാലകളിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകൾ, ഗർഭിണിയായ സ്ത്രീകളും 5 വയസ്സുള്ള കുട്ടികളെയും കണ്ട് അവർക്ക് കിട്ടുന്ന തുച്ഛമായ വേതനം എന്ന് വെച്ചാൽ 22 മണിക്കൂർ തൊഴിലെടുത്താൽ അവർക്ക് കിട്ടുന്നത് ഭക്ഷണത്തിന് വേണ്ടി മാത്രം, ജീവൻ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഭക്ഷണത്തിന് വേണ്ടി മാത്രമുള്ള തുക കിട്ടും.
ഇത് കണ്ട് മനം തൊണ്ട് ഈ കാർൽ മാർക്സ് എഴുതിയ 3 വോളിയമാണ് ഡെസ്കാറ്റയുടെ 3 വോളിയമാണ്. അതിലെ പ്രധാന ആഹ്വാനമുണ്ട്. അതിൽ പറയുന്നത് സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുകയും സംഘടിച്ച് ശക്തരാകും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. കമ്മ്യൂണിസത്തിന്റെ ഇത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മുതലാളിമാരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പദ്ധതിയാണ് ഇപ്പൊ കമ്മ്യൂണിസം. ഏത് വിധേനയും സമ്പത്ത് സൃഷ്ടിക്കുക എന്നുള്ളത്. അതിനാൽ അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ വന്യമൃഗ ശല്യം എന്ന് പറയുന്നത് സർക്കാർ തലത്തിൽ ജനങ്ങളെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്ന അവസ്ഥയാണ്. ഈ പറഞ്ഞ സർക്കാർ പറയുന്നതിൽ നല്ലത് കഴിക്കാനും അല്ല കൊല്ലാൻ വരുന്ന വന്യമൃഗങ്ങളോട് ഞങ്ങളെ കൊല്ലരുത് എന്ന് പറയുന്നതാണ് നല്ലതെന്നുള്ള അവസ്ഥയിലേക്ക് ഇന്ന് കേരളം എത്തിയിരിക്കുകയാണ്. അതിനാൽ ഈ അവസ്ഥയ്ക്ക് നമ്മുടെ കേരളത്തിലെ ഈ അവസ്ഥകൾക്ക് മാറ്റം വരുന്നതിന് വേണ്ടി കർഷക കൂട്ടായ്മ അങ്ങോളം കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എല്ലാ നിയോജകമണ്ഡലം കമ്മിറ്റിയുണ്ട്, മണ്ഡലം കമ്മിറ്റികളുണ്ട്, വാർഡ് കമ്മിറ്റികളുണ്ട്. ഒരു സമയമാകുമ്പോൾ ഇതിനൊരു പരിഹാരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സെക്രട്ടറിയേറ്റിലേക്ക് നടക്കാൻ പോകുന്ന പ്രകടനം അടുത്ത മാസം ഉണ്ടായിരിക്കും. അതിൽ കർഷക കൂട്ടായ്മ കണ്ട് അന്താളിച്ച് വെക്കേണ്ടി വരും. അതിനാൽ കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും അഭ്യർത്ഥിക്കുകയാണ്, ഏത് വിധേനയും കർഷകരെ സഹായിക്കുക, കർഷകരെ പ്രോത്സാഹിപ്പിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ സംരക്ഷിച്ച് ഈ നാടിന്റെ ജീവനാടിയായ ഈ കർഷകരുടെ ദോഷം മനസ്സിലാക്കി വേണ്ടവിധമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് പ്രത്യാശയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.